വിഷു ബമ്പറിന്റെ ഒന്നാം സമ്മാനം കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിന്. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് പുറത്തിറക്കുന്ന വിഷു ബമ്പർ BR 109 ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിന് 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. VB 135452 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. അനിൽ D എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റാണിത്. ഒന്നാം സമ്മാനം നേടുന്ന അതേ അക്കം വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപയുടെ സമാശ്വാസ സമ്മാനവും ലഭിക്കും. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്കാണ് ലഭിക്കുന്നത്. 6 പരമ്പരകളിലായാണ് വിപണിയിലെത്തിയത്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്ക്, മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 6 പരമ്പരകൾക്കും ലഭിക്കും. നടൻ ടിനി ടോമിനെതിരെ ആഞ്ഞടിച്ച് അൻസിബ ഹസൻ. എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറിയായി വന്നതു മുതൽ തനിക്കെതിരെ ആരോപണങ്ങൾ തുടങ്ങിയതാണെന്ന് അൻസിബ പറഞ്ഞു. ഒരു കമ്മിറ്റിയാകുമ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഒന്നാകില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തിപരമായി എടുക്കുന്നുവെന്നും അൻസിബ പറഞ്ഞു. എന്നെക്കുറിച്ച് അവിഹിത കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇതൊന്നും എന്നോടല്ല, മറ്റു പലരോടും പറഞ്ഞ് എന്റെ ചെവിയിലെത്തും. അത് ഞാൻ സഹിച്ചു. ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ഒരു പെണ്ണിനെ തകർക്കാൻ എളുപ്പം അവിഹിതമാണല്ലോ. അത് പോട്ടേന്ന് വെച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചു. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യും? അറപ്പ് തോന്നും, അൻസിബ പറഞ്ഞു. കേരളത്തിൽ പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മൂലമാണ് ഇത്തരത്തിൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഈ പ്രയാസം കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉണ്ടാവുകയുള്ളൂ എന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും സണ്ണി ജോസഫ് അഭ്യർത്ഥിച്ചു. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണമുണ്ടെന്ന് UDF വിമർശിച്ചിരുന്നു. എന്നാൽ പ്രതിസന്ധിക്ക് കാരണം വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചത് മൂലമുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നായിരുന്നു മുൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അന്ന് പ്രതികരിച്ചത്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും MDMA കേസ് പ്രതി ചാടിപ്പോയി. 3 കിലോ MDMAയുമായി മുക്കം പോലീസ് പിടികൂടിയ പ്രതി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. നീലേശ്വര സ്വദേശി മുഹമ്മദ് ഹനീഫിയാണ് രക്ഷപ്പെട്ടത്. ഇയാളെ തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപം ട്രെയിനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് ഹനീഫ പിടിയിലാകുന്നത്. നിരന്തരം ഡൽഹിയിൽ പോകുന്ന പ്രതി ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിച്ചുവെന്നാണ് വിവരം. കാസർഗോഡ് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. നീലേശ്വര സ്വദേശി അനിതയ്ക്കാണ് മുഖത്ത് പരിക്കേറ്റത്. ബംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസിന് നേരെ പൂച്ചക്കാട് വെച്ചാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ പരിക്കേറ്റ അനിത കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു.